ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച ഇന്ന് ഈജിപ്തിലെ കെയ്റോയിൽ നടക്കും. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ടാങ്കുകൾ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് ഇന്നലെയും തുടർന്നു. ആക്രമണങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു. ലഡാക്ക് വെടിവയ്പിൽ കേന്ദ്രം വിളിച്ച ചർച്ച ഇന്ന് നടക്കും. ഇതിനിടെ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് 14 കുട്ടികൾ മരിച്ച സംഭവത്തിൽ മരുന്ന് എഴുതി നൽകിയ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ 3 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 17ആയി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കോ ജലദോഷത്തിനോ ഉള്ള മരുന്നുകളുടെ കുറിപ്പടി ലഭിച്ചാലും മരുന്ന് നൽകരുതെന്ന് മരുന്ന് വ്യാപാരികൾക്കും ഫാർമസിസ്റ്റുകൾക്കും കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പഴിചാരലും ഒളിച്ചുകളിയും തുടരുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ. ചട്ടങ്ങൾ ലംഘിച്ച് 2 തവണയാണ് ചെന്നൈയിൽ അറ്റകുറ്റപ്പണിയെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22-ന് ശബരിമലയിൽ ദർശനം നടത്തും. തുലാമാസ പൂജയുടെ അവസാന ദിനമാണ് രാഷ്ട്രപതി എത്തുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൗദി അറേബ്യയിലേക്ക് പോകും. ഈ മാസം 17 മുതൽ 19 വരെയാണ് യാത്ര. മന്ത്രി സജി ചെറിയാനും നോർക്ക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒപ്പമുണ്ടാകും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ബംഗാളിലെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും 28 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി മുതൽ മേഖലയിൽ മഴ ശക്തമാണ്. ഇതേസമയം അതിർത്തി രാജ്യമായ ഭൂട്ടാനിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു. ഈ വർഷത്തെ വയലാർ അവാർഡ് സന്തോഷ് കുമാറിന് ലഭിച്ചു. സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരമെന്ന് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനും സെക്രട്ടറി ബി സതീശനും അറിയിച്ചു. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറി ചെയർമാനായി നടൻ പ്രകാശ് രാജിനെ നിശ്ചയിച്ചു. സംവിധായകരായ രഞ്ജൻ പ്രമോദും ജിബു ജേക്കബും പ്രാഥമിക റൗണ്ടിലെ സബ് കമ്മിറ്റി ചെയർമാൻമാരാകും. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നടത്തിയ കഴക്കൂട്ടം അരശുംമൂട് തമ്പുരാൻമുക്ക് റോഡ് വാട്ടർ അതോറിറ്റി തൊഴിലാളികൾ കുത്തിപ്പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. തുമ്പ പോലീസ് എത്തി കുഴിയെടുപ്പ് നിർത്തിവയ്പ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. സ്വർണ്ണപ്പാളി വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് UDF നേതൃത്വം പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ തട്ടുകടകൾ ഒഴിപ്പിക്കാൻ പോലീസും കോർപ്പറേഷനും രംഗത്തിറങ്ങിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. എന്നാൽ സർവത്ര നിയമലംഘനമാണ് നടക്കുന്നതെന്ന് പോലീസ് പറയുന്നു. കേരള സൂപ്പർ ലീഗ് 2ാം സീസൺ ഫുട്ബോൾ മത്സരം ഇന്നലെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടങ്ങി. കളി കാണാൻ 7500 ഫുട്ബോൾ പ്രേമികൾ എത്തിയെന്നാണ് കണക്ക്. ഇന്നലത്തെ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ കണ്ണൂർ വാരിയേഴ്സ് 2-3 എന്ന ഗോൾ നിലയിൽ തോൽപ്പിച്ചു. വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനെ 88 റൺസിന് ഇന്ത്യ തോൽപ്പിച്ചു. ശ്രീലങ്ക കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.